ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF വോട്ടുകൾ BJPയിലേക്ക് പോയത് സംബന്ധിച്ച UDF പരിശോധിക്കണമെന്ന് UDF സ്ഥാനാർത്ഥി PK ശശി. UDFന്റെ പിന്തുണ കോങ്ങാട്, ചിറ്റൂർ, തൃത്താല മണ്ഡലങ്ങളിലെ വിജയത്തിന് കാരണമായി. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചതിനാലാണ് താൻ പരാജയപ്പെട്ടത് എന്ന് ആര് പറഞ്ഞാലും അത് വസ്തുതാവിരുദ്ധമാണെന്നും PK ശശി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇപ്പോൾ ഒറ്റപ്പാലത്തും താങ്കൾ വിജയം വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിലുള്ള വോട്ട് കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഞാൻ ആദ്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനവിധിയെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുകയാണ്. 2021 9,000-ഓളം വോട്ടുകൾ 2026 വർദ്ധിച്ചപ്പോഴും CPMൻ്റെ വോട്ട് വർദ്ധിച്ചില്ല. CPMൻ്റെ വോട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുക ചെയ്ത്. ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 503 വോട്ടുകളാണ് ഈ വർദ്ധിച്ച വോട്ടുകളിൽ CPMന് കിട്ടിയത്. എന്നിട്ട് പോലും CPMന് ഈ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് അവരെത്തി. അത് ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾ DMF പരിശോധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, യഥാർത്ഥത്തിൽ ഈ പരിശോധന UDF നേതൃത്വം നടത്തണം. UDF നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 48,585 വോട്ടാണ് താങ്കൾക്ക് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ സരിന് അത് 59,707 ഉള്ളത്. അപ്പോൾ BJPക്ക് 20,000 വോട്ടുള്ളത് ഇത്തവണ 48,000 വോട്ടായിട്ട് വർദ്ധിച്ചു. അതെന്നെ വിഷയം ഞാൻ പറഞ്ഞുതരാം. UDFന്റെ വോട്ടിൽ 12,000-ഓളം വോട്ടുകൾ ഇത്തവണ കുറഞ്ഞുപോയി. UDFന്റെ വോട്ട് കുറഞ്ഞു. BJPയുടെ വോട്ട് 28,000-ൽ നിന്നും 48,000 വർദ്ധിക്കുകയും ചെയ്തു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായ പരിശോധനയ്ക്ക് കോൺഗ്രസ് തയ്യാറാകണം, UDF നേതൃത്വം തയ്യാറാകണം. കഴിഞ്ഞ തവണ 36,000-ഓളം വോട്ടുകൾക്ക് LDF ജയിച്ചിട്ടുള്ള ചിറ്റൂർ ഇത്തവണ UDF ജയിച്ചു. കോങ്ങാട് മണ്ഡലത്തിൽ UDFന് ജയമുണ്ടായി. തൃത്താല മണ്ഡലത്തിൽ മന്ത്രിയുടെ തട്ടകത്തിൽ മന്ത്രി പരാജയപ്പെടുകയും UDF ജയിക്കുകയും ചെയ്തു. അതെല്ലാം ഞങ്ങളുടെ ഇടപെടൽ, ഞങ്ങളുടെ സ്വാധീനത്തെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ CPIMനകത്തുള്ള അസംതൃപ്തരായ ആളുകൾ, അതിൻ്റെ നിലപാടുകളിൽ എതിർപ്പുള്ള ആളുകൾ, ആ എതിർപ്പുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡിസിസീവായ ഒരു ഫാക്ടറാണ് എന്ന് തെളിയിക്കുന്ന സംഭവം ഉണ്ടായത്. ചിഹ്നം ഏതെങ്കിലും തരത്തിൽ ഈ വോട്ട് ബാധിച്ചിട്ടില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീകണ്ഠൻ അങ്ങനെ പറഞ്ഞിരുന്നു. ശ്രീകണ്ഠൻ അത് പറഞ്ഞാലും അത് തെറ്റാണ്. കാരണം അത് അങ്ങനെയാണെങ്കിൽ G. സുധാകരൻ അവിടെ തോൽക്കണം, കുഞ്ഞേശ്വരേട്ടൻ തോൽക്കണം, ഗോവിന്ദേട്ടൻ തോൽക്കണം. അവിടെയെല്ലാം സ്വതന്ത്ര ചിഹ്നങ്ങളാണ്. നിയമസഭയിൽ ഇല്ലെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഈ ഭരണതലത്തിൽ ഏതെങ്കിലും പ്രധാന പോസ്റ്റ് ഉണ്ടാകും. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ അത്. ഞാൻ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവമായ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കേരള രാഷ്ട്രീയത്തിൽ സജീവമായ സാന്നിധ്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഒരു സംശയവും വേണ്ട. എന്നാലും സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ CPMന്റെ വോട്ട് BJPയിലേക്ക് കാര്യമായി പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെയും UDFന്റെയും പോയതായി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത് ഒറ്റപ്പാലത്ത് മാത്രമാണ്. UDF നേതൃത്വം അത് ഗൗരവത്തിൽ പരിശോധിക്കണമെന്ന് കൂടിയാണ് PK ശശി ആവശ്യപ്പെടുന്നത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഒറ്റപ്പാലത്താണ് UDF വോട്ടുകൾ വ്യാപകമായി BJPയിലേക്ക് പോയതായുള്ള കാര്യങ്ങൾ അത് പരിശോധനയിലൂടെ വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യം പരിശോധിക്കണമെന്ന് പറയുന്നതിനപ്പുറം PK ശശി ഭാവി നിലപാട് കൂടെ വ്യക്തമാക്കുന്നുണ്ടോ? ജിൽസി, നമുക്കറിയാം സംസ്ഥാനത്ത് CPMുമായി പിണങ്ങിപ്പോയ ആളുകൾ, അതിൽ സുധാകരനാണെങ്കിൽ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ വിജയിച്ചു. PV അൻവറും ഐഷ പോറ്റിയും പരാജയപ്പെട്ടെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അവർക്കായി. പക്ഷേ ദയനീയമായ പരാജയം സംഭവിച്ചത് PK ശശിക്കാണ്.
അതിൽ UDF തന്നെ കാലുവാരി എന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾക്കും വലിയ വികാരമുണ്ട് എന്ന് മാത്രമല്ല കോങ്ങാട്, തൃത്താല, അതോടൊപ്പം തന്നെ ചിറ്റൂര് വിജയത്തിൽ ഈ PK ശശിക്ക് ഒപ്പമുള്ള ആളുകളുടെ വോട്ട് നിർണായകമായി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. കോങ്ങാട്, കാഞ്ഞിരപ്പുഴ, കാരാകുർശി പഞ്ചായത്തിലെല്ലാം തന്നെ PK ശശിയുടെ അനുഭാവികൾ ഉണ്ട്. കാഞ്ഞിരപ്പുഴയിലാണെങ്കിൽ CV സതീഷിന്റെ നേതൃത്വത്തിൽ അവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു വോട്ട് ഉണ്ട്. അത് തൃത്താലയിലും ലഭിച്ചിട്ടുണ്ടെന്നാണ് PK ശശി പറയുന്നത്. അങ്ങനെ UDFന് ഈ PK ശശിക്ക് ഒപ്പം നിൽക്കുന്നവരുടെ വോട്ട് ലഭിക്കുകയും UDFന്റെ വോട്ട് തനിക്ക് ലഭിച്ചില്ല എന്നൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ട്. അതിൽ ഇപ്പോൾ UDFനെ തള്ളി പറയുകയോ ആരെങ്കിലും തന്നെ ചതിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നില്ല. പക്ഷെ ആ ഒരു വികാരമുണ്ട്, അത് ഈ നേതൃത്വത്തെ അറിയിക്കും. പ്രത്യേകിച്ച് VD സതീഷിനെ ഈ വിഷയം ധരിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും PK ശശിയെ ഏതെങ്കിലും രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യണം, ഏതെങ്കിലും ബോർഡിൻ്റെയോ ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ ചെയർമാൻ സ്ഥാനത്തേക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഒരു അസാധാരണ സാഹചര്യം, അത് ഈ LDFിലേക്കല്ല പോയത്, BJPയിലേക്കാണ് ഇത്രയധികം വോട്ട് പോയത്. അത് എന്തായാലും UDF നേതൃത്വത്തിന് പരിശോധിക്കേണ്ടി വരും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതിൽ തച്ചനാട്ടുകര എന്നുള്ളത് ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് പോലും ഈ ലീഡ് ചെയ്യാൻ UDFനായില്ല. അവിടെയും 2500-ലധികം വോട്ടിന് ലീഡ് ചെയ്തത് LDF ആണ്. അതായത് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ വിജയിച്ച് കയറാം എന്നുള്ളതാണ്. അതായത് കരിമ്പുഴ പഞ്ചായത്തിൽ നിന്ന് എണ്ണും, അവിടെ ഒരു 3000-ലധികം ലീഡ് വരും. പിന്നീട് മറ്റ് ഒറ്റപ്പാലം നഗരസഭയും അമ്പലപ്പാറയും എത്തുമ്പോൾ താഴേക്ക് പോവുകയും അവസാനം തച്ചനാട്ടുകര പഞ്ചായത്ത് എണ്ണുമ്പോൾ വലിയ ലീഡിലേക്ക് വരികയും അങ്ങനെ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് തുടക്കം മുതൽ അത് അട്ടിമറിക്കപ്പെട്ടു, അത് പാളി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ, കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും